അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള 5 മാർഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു ജീവിതമാണ് ബർസഖിയായ ജീവിതം, ഖബറിലുള്ള ജീവിതം. അവിടെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഖബറിൽ ശിക്ഷയുണ്ടായിരിക്കുമോ, ഖബറിൽ രക്ഷപ്പെടുമോ എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു വിവരവുമില്ല. മരിച്ചുപോയ ഒരാളും തിരിച്ചു വന്ന് നമ്മോട് പറഞ്ഞിട്ടുമില്ല ഖബറിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നത്. അതുകൊണ്ട് നിഗൂഢതകൾ നിറഞ്ഞൊരു ജീവിതമാണ് ഖബർ ജീവിതം. അവിടെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ഖബർ ജീവിതം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി തരട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് 5 മാർഗങ്ങളാണ്, 5 വഴികൾ എങ്ങനെ ഖബറിൽ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാർഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ജീവിതത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പകർത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തുടർന്നു പോവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തത് അൽ-ഇസ്തിആദതു മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക എന്നതാണ് ഏറ്റവും ഒന്നാമത്തെ മാർഗം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ്. ഏതൊരു പ്രതിസന്ധി വന്നാലും ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണല്ലോ. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ മാർഗം, പടച്ചോനെ എന്നെ ഖബറിൽ രക്ഷിക്കണേ അല്ലാ, ഖബറിലെ ഹിസാബ് എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ആ ഖബറിൻ്റെ ഭീകരതയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന്, വന്യതയിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണേ അല്ലാ എന്ന ആത്മാർത്ഥമായ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ പറയുന്നുണ്ട്, ഇദാ തശഹദ അഹദുകും ഫല്യസ്തഇദ് ബില്ലാഹ്. നിങ്ങൾ നിസ്കാരത്തിൽ അത്തഹിയാത്ത് കഴിഞ്ഞാൽ അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം. മിൻ അദാബിൽ ഖബർ. 5 വഖ്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, വിത്ർ, ദുഹാ, തഹജ്ജുദ്, ഏത് നിസ്കാരമാണെങ്കിലും അത്തഹിയാത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരക്കണേ, നിങ്ങൾ കാവൽ ചോദിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം അൽ മുവാലബത്തു അലാ തിലാവത്തി സൂറത്തുൽ മുൽക്ക്. നമ്മൾ മുമ്പ് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന അതിഗംഭീരമായൊരു സൂറത്തിനെ കുറിച്ച്. ചെറിയ സൂറത്താണ്. ഈ സൂറത്തിനെ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ, ഈ സൂറത്തുൽ മുൽക്കിനെ ഒരാൾ സ്നേഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു സമയം തിരഞ്ഞെടുത്തതിനെ പാരായണം ചെയ്താൽ നാളെ പാരത്രിക ലോകത്തെ ജീവിതത്തിൻ്റെ തുടക്കമാകുന്ന ഖബറിൽ വെച്ച് അവൻ രക്ഷപ്പെടുന്നതാണ്. ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ആ ഖബറിനെ സൂറത്തുൽ മുൽക്ക് തടയുന്നതാണ്. അല്ലാഹുവിൻ്റെ മലക്കുകൾ വരുമ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് പതിവാക്കിയവനെ തൊടാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ വലിയ ഒരു സുരക്ഷയുടെ കവചം നമ്മുടെ ഖബറിൽ തീർക്കുന്ന അതിമനോഹരമായ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, സൂറത്തുൻ മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തൻ, വെറും 30 ആയത്ത് മാത്രമേ ഉള്ളൂ. ചെറിയ സൂറത്താണ്. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആയത്തും ചെറിയ ചെറിയ ആയത്തുകളാണ്. അങ്ങനെ 30 ആയത്തുള്ള ഒരു സൂറത്ത്. ശഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു. ഒരു മനുഷ്യന് വേണ്ടി ഖബറിൽ വെച്ച് നാളെ പാരത്രിക ലോകത്ത് വെച്ച് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയാണ്, ശുപാർശ ചെയ്യുകയാണ്. പടച്ചോനെ, എന്നെ പതിവാക്കിയ ഇന്ന നാട്ടിലെ ഈ പേരുള്ള മനുഷ്യൻ, ഇയാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തവനാണ്, അതുകൊണ്ട് ഇയാളെ തൊടാൻ പാടില്ല, അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ
ഹത്താ ഗുഫിറ ലഹു, അയാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരെ ചോദിക്കുമെന്നതാണ്. സൂറത്തുൽ മുൽക്ക് റബ്ബിനോട്, അള്ളാഹുവിൻ്റെ മലക്കുകളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വട്ടല്ല, 2 വട്ടല്ല ഇയാൾക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. 3 വട്ടല്ല, 4 വട്ടല്ല, 10 വട്ടല്ല. ഹത്താ ഗുഫിറ ലഹു, എപ്പോഴാണോ എനിക്ക് പുറത്തു കൊടുക്കുന്നത് അതുവരെ. അതേതാണ് ആ സൂറത്ത്? റസൂലുള്ളാഹി പറയാണ് വഹിയ സൂറത്തുൽ മുൽക്ക്, അതാണ് സൂറത്തുൽ മുൽക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി 3-ാമത്തേതാണ് അൽ ഇസ്തിഖാമത്തു അല ത്വആതി വ തർകുൽ മആസി. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം കൂടെയാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോവുക എന്നതാണ്. 5 വഖ്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുക, സുന്നത്തായ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യുക, ഔറത്ത് മറക്കുക എന്നത് മുടങ്ങാതെ ചെയ്യുക. ചില സ്ഥലത്തേക്ക് ഔറത്ത് മറക്കും, ചിലപ്പോൾ ഔറത്ത് മറക്കൂല. അങ്ങനെയല്ല, ഔറത്ത് മറക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഔറത്ത് മറക്കുന്നവർ, നിസ്കരിക്കുന്നവരാണെങ്കിൽ എപ്പോഴും നിസ്കരിക്കുന്നവർ. ഇവിടെ നമ്മൾ പറയുന്നത് ചെയ്യുന്ന ആരാധനകൾ എപ്പോഴും തുടർന്നു കൊണ്ടുപോവുക. വതർകുൽ മആസി, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഹറാമുകൾ ചെയ്യാൻ പാടില്ല, ഒരാളെയും കുറ്റം പറയാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല, ലഹരി കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരൊറ്റ ഹറാമും ചെയ്യാതെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ അവന് ഖബറിൽ ശിക്ഷയില്ല. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഒരു വിഭാഗം ആളുകൾ അവർ അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് പറയുന്നവരാണ്. സുമ്മസ്തഖാമു, പിന്നീട് അവർ അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ ദീനിൽ ചൊവ്വായി നിന്നവരാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് അവരിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്നതാണ്. ഇനി 4-ാമത്തത് അത്വഹാറത്തു മിനൽ ബൗലി, മൂത്രമൊഴിക്കുന്ന സമയത്തുണ്ടാകുന്ന അശ്രദ്ധകളിൽ നിന്ന് ശുദ്ധിയാവലാണ്. അല്ലേ, മൂത്രമൊഴിക്കുന്ന അശ്രദ്ധയുള്ള ആളുകളാണ്, കഴുകാതെ നീച്ചു പോരുക. അല്ലെങ്കിൽ മൂത്രമൊഴിച്ച സമയത്ത് വസ്ത്രത്തിലേക്ക് തെറിക്കുന്നതിനെ കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാത്ത ആളുകൾ, മൂത്രമൊഴിക്കുന്ന സമയത്ത് കൃത്യമായി ശുദ്ധിയാക്കാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടും. റസൂലുള്ളാഹി പറയുന്നുണ്ട്, استنزهوا من البول فإن عامة عذاب القبر منه. ഈ ഹദീസിൽ പറയുന്നത് ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് മൂത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അശ്രദ്ധ പുലർത്തുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്. പക്ഷേ മൂത്രമൊഴിക്കുമ്പോൾ അത് ശരീരത്തിലാകുന്നതിനെ കുറിച്ചോ അതിൻ്റെ വൃത്തിയെക്കുറിച്ചോ അവർ ശ്രദ്ധിക്കാറില്ല. അവർ ഖബറിൽ കൂടുതൽ പരീക്ഷിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 5-ാമത്തെ വിഭാഗമാണ്, 5-ാമത്തെ മാർഗമാണ് അദ്ദുആഉ വൽ ഇസ്തിഗ്ഫാറു ദായിം. ഇസ്തിഗ്ഫാർ ദായിമാക്കിയവർ, ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയവർ, എല്ലാ വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ, ഒരു ദിവസത്തിൽ 100 തവണ ചൊല്ലുന്നവർ, അങ്ങനെ കണക്കാക്കി ചൊല്ലുന്നവർ, കണക്കില്ലാതെ ചൊല്ലുന്നവർ ആരോ ആകട്ടെ, അദ്ദുആഉ വൽ ഇസ്തിഗ്ഫാറു ദായിം, സ്ഥിരമായി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഒരു മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല, അത് ഖബറിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും പാരത്രിക ലോകത്താണെങ്കിലും. എപ്പോൾ വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് എങ്കിൽ, ചെയ്യുന്നവരാണ് എങ്കിൽ അവനക്ക് അള്ളാഹു ശിക്ഷ നൽകുകയില്ല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിനയത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു നമ്മെ ഖബറിൽ രക്ഷിക്കട്ടെ. ആ ഭീകരതയുടെ വീടിൽ ഒറ്റപ്പെടുന്ന സമയത്ത് അള്ളാഹു ശിക്ഷിക്കുക കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ് മുഅ്മിനേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖബറിൽ വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.